ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേത് ഹൈമാനുസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ശരീരങ്ങളുടെ ഉയർപ്പ്? മരണശേഷം ആത്മാവിനും ശരീരത്തിനും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നാം എല്ലാവരും കടന്നു പോകേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം. ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുന്ന അവസ്ഥയാണ് ഇത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. മരണശേഷം രണ്ട് തരത്തിലുള്ള വിധിയാണ് ഈ ആത്മാവിനുള്ളത്. മരിക്കുമ്പോൾ തന്നെയുള്ള തനത് വിധിയും ഈശോയുടെ രണ്ടാം വരവിലുള്ള അന്ത്യവിധിയും. തനത് വിധിയിൽ വിശുദ്ധരായ ആത്മാക്കൾ സ്വർഗത്തിലേക്കും കൂടുതൽ ശുദ്ധീകരണം വേണ്ട ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തേക്കും, മാരക പാപാവസ്ഥയിൽ ജീവിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ നരകത്തിലേക്കും അയക്കപ്പെടും. ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? മരണത്തോടെ നമ്മുടെ ഈ ശരീരം ഭൂമിയിൽ ജീർണിച്ച് ഇല്ലാതായിത്തീരും. എന്നാൽ അവസാന വിധി ദിവസം ദൈവം നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിച്ച് ആത്മാവിനോട് ചേർത്ത് നമുക്ക് അനശ്വരമായ ജീവൻ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ഒരു മഹത്വമേറിയ ശരീരമായി രൂപാന്തരപ്പെട്ട് ഒരാത്മീയ ശരീരമായി മാറുന്നു. ഇങ്ങനെയുള്ള ശരീരങ്ങൾ പിന്നീട് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ശരീരം ഒരു വിത്ത് പോലെയാണെങ്കിൽ ആ വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചെടി പോലെയായിരിക്കും ആത്മീയ ശരീരം അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്യുന്ന ശരീരം എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരീരങ്ങളുടെ ഉയർപ്പുണ്ട് എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകളുണ്ടോ? ഉണ്ട്. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിലും ദാനിയേലിന്റെ പുസ്തകത്തിലും ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന അർത്ഥത്തിലുള്ള വിശ്വാസം നാം കാണുന്നു. മരണത്തെ പരാജയപ്പെടുത്തി മഹത്വമേറിയ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ ഈശോയെ പുതിയ നിയമത്തിൽ നാം കാണുന്നു. ഈശോയുടെ ശരീരം ഉയർപ്പിക്കപ്പെട്ടു എന്നതാണ് നമ്മുടെ ശരീരങ്ങളും ഉയർക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവും അടിസ്ഥാനവും. എന്നാണ് ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കുക? ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കുന്നത് അവസാന വിധി ദിവസത്തിലായിരിക്കും എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പാരമ്പര്യത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസ സത്യമാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമായി ശരീരങ്ങളുടെ ഉയർപ്പ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെയും മറ്റു പലരുടെയും മരണത്തിൽ ശാരീരികമായ ഒരു വേർപാടിൻ്റെ ദുഃഖം നമുക്കുണ്ടെങ്കിലും അതൊരിക്കലും അവസാനമല്ല എന്ന പ്രത്യാശയാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. അന്ത്യവിധി ദിവസത്തിൽ ഈശോയോടൊപ്പം മഹത്വീകൃതമായ ശരീരത്തോടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്കും ഒരുക്കമുള്ളവരായിരിക്കാം. അതിനായി ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.